ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതലേ നന്ദൂട്ടൻ ഭയങ്കര വഴക്കായിരുന്നു. രാവിലെ എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. പിന്നെ പിടിച്ച് കിടത്തി ഉറക്കും, പിന്നെയും എഴുന്നേറ്റിരുന്ന് കരയും. അങ്ങനെ ഉറക്കി ഞാനും കൂടെ കിടന്ന് അറിയാണ്ടങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റ് നോക്കിയപ്പം സമയം ഒത്തിരി ആയേ. പിന്നെ എളുപ്പം ഓടി വന്ന് അടുക്കളയിൽ കയറി. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് ദോശയും സാമ്പാറുമാണേ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് എളുപ്പം അരിഞ്ഞ് കുക്കറിലാക്കി ഗ്യാസിൽ വെച്ച് അടിക്കുവാണേ. അപ്പോഴേ ഈ കഷ്ണം അരിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പാടില്ലാതെ ആ ജോലി അങ്ങ് നടക്കും. പക്ഷെ ആ അരിഞ്ഞെടുക്കുന്ന കഷ്ണത്തിൻ്റെ ഷേപ്പൊക്കെ അത്ര പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. പിന്നെ എനിക്ക് ഇനി മീൻ വെട്ടാനുണ്ട്. ചൂടയാണ് കിട്ടിയിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ രാത്രിയിൽ തന്നെ ഞാൻ മീൻ അങ്ങ് വെട്ടിവെക്കും. രാവിലെ ഇതുപോലെ ലേറ്റ് ആവുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ മടി കാരണം രാത്രി വെട്ടാൻ മടിക്കുമ്പം രാവിലെ ഇതുപോലെ ധൃതി പിടിച്ച് വെട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ചായയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് അച്ഛനൊക്കെ ഒന്ന് കൊടുത്തിട്ട് മീൻ വെട്ടാനായിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ കുഞ്ഞ് എന്തായാലും ഉണർന്നു കഴിഞ്ഞാൽ അമ്മ മാനേജ് ചെയ്യുമായിരിക്കും. ഉണ്ണിക്കുട്ടനൊന്ന് യോഗ കഴിഞ്ഞ് വരുന്നിടം വരെയുള്ള ടൈം മതിയേ. പറഞ്ഞ പോലെ തന്നെ ഉണ്ണിക്കുട്ടൻ യോഗ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്ദൂട്ടനും എഴുന്നേറ്റ് മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ നന്ദൂട്ടനെ സംബന്ധിച്ച് നന്ദൂട്ടന് ആഹാരവും ഉറക്കമൊന്നും ഇല്ലെങ്കിലും ഒരു ബോളും ആയിട്ട് കളിക്കാൻ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എത്ര നേരം വേണേലും നിന്ന് കളിച്ചോളും. ആൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ മീനെല്ലാം വെട്ടി കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയും സാമ്പാറും എല്ലാം റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.